ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൺഡേ കിച്ചൺ റെസിപ്പീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ്റെ കറിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നീലഗിരി ചിക്കൻ കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പൊറോട്ടക്കും ചപ്പാത്തി, പൂരി ഇതിനൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വെറൈറ്റി ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ചെറുതായി നുറുക്കിയ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഒരു മസാല റോസ്റ്റ് എടുക്കാനുണ്ട്, കുറച്ച് മസാലകൾ. അതിന് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 1 ടീസ്പൂൺ മല്ലി, മുഴുവൻ മല്ലി, പിന്നെ 7-8 കറിയാമ്പ്, പിന്നെ ഒരു 6-7 ഏലക്ക, പിന്നെ ഒരു 3-4 കഷ്ണം പട്ട, അത് ഒടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കണം. പിന്നെ ഒരു 2 വറ്റൽമുളക് മുറിച്ച് അതും ചേർക്കുക. ഞാനിത് കാശ്മീരി വറ്റൽമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പെപ്പർ, മുഴുവൻ കുരുമുളക്, അതും ചേർക്കുക. എന്നിട്ട് ഇത് ഒന്ന് നേരിയ തീയിൽ ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക. എണ്ണ ഒന്നും ചേർക്കരുത് കേട്ടോ, എണ്ണ ചേർക്കാതെ ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൽ കൂടുതൽ തീയും വെക്കരുത്. ഇത് കൂടുതൽ ഫ്രൈ ആകുകയും വേണ്ട. ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വളരെ കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുക്കാനുണ്ട്. അതിന് ചെറുള്ളിയാണ് ഞാനിവിടെ ഒരു 10-12 ചെറുള്ളി 2ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ 2 സവാള ചെറുത് 4ആക്കി മുറിച്ചും ചേർത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക്, ചെറുതരമാണ്, എരിവുള്ളതാണ്. 4 എണ്ണം ഞാനിപ്പോൾ സ്ലിറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്, മുറിച്ച്. പിന്നെ മല്ലിയില തണ്ട് കുറച്ച് മുറിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി നീളത്തിലിങ്ങനെ അരിഞ്ഞത്, അതും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും ഇതൊന്ന് ഈ പാനിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലി ഇലകൾ കുറച്ച് കൂടുതൽ ചേർക്കണം. കുറച്ച് പുതിന അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഇലകളൊക്കെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റും കൂടി വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടും. അതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാല പൊടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഇത് ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഇവിടെ ഞാനൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഓയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം. പിന്നെ ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാലയൊക്കെ ഞാനിവിടെ ഇങ്ങനെ മിക്സഡ് ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഉള്ളിയും സവാളയും മല്ലിയിലേക്ക് വാട്ടി വെച്ചിട്ടില്ല, അത് ഇതിലേക്ക് ചേർത്തിട്ട് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കും. അതാണ് ഇനി ഈ ഗ്രേവിയിലോട്ട് ചേർക്കാനുള്ളത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വലിയ സവാള സ്ലൈസ് ചെയ്തതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. സവാളയിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് സവാള നന്നായിട്ട് വഴലുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ നിറം മാറി തുടങ്ങുന്നത് വരെ വഴറ്റണം. ആ സമയത്ത് നമുക്ക് മിക്സർ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനി ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ സവാളയൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ റോസ്റ്റഡ് മസാലയും പിന്നെ വഴറ്റി വെച്ചിരുന്ന മസാലയും എല്ലാം കൂടി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതാണ് ഇത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ, അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഒരു 3 മിനിറ്റെങ്കിലും വഴറ്റേണ്ടി വരും. അപ്പോൾ അരപ്പൊക്കെ റെഡിയായി, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്യാത്തതാണ് കേട്ടോ. ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി ഈ കറിയിൽ ചേർക്കാറില്ല. ഉപ്പും അതേസമയം ചെറുനാരങ്ങ നീര് അതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ വെറുതെ കഴുകി വൃത്തിയാക്കി സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഈ മിക്സർ പൊതിഞ്ഞ് വയ്ക്കുക. കണ്ടോ, നന്നായിട്ട് അരപ്പ് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
എന്നിട്ട് ചിക്കൻ ഏകദേശം ഒരു കുക്കായി വെള്ള നിറമായി വരില്ലേ, ആ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അരപ്പെല്ലാം വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആകണം. എന്നിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് കവർ ചെയ്തൊരു അരമണിക്കൂർ കുക്ക് ചെയ്യേണ്ടി വരും. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഗ്രേവി നന്നായിട്ട് തിക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവേപ്പില തൂകി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുക. ഇത്രയേ ഉള്ളൂ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക മസാലയാണിത്. ഇത് നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള നീലഗിരി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും വളരെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള നീലഗിരി ചിക്കൻ കറി എല്ലാവരും ഉടനെ തന്നെ ഉണ്ടാക്കി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ ബായ്. താങ്ക് യു.